ടോപ്പ് ഹെഡ്ലൈൻസ്. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 300-ലധികം പേർ കൊല്ലപ്പെട്ടു. 150ഓളം പേർക്ക് പരിക്ക്. ഹമാസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ. ഒൻപത് മാസമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക്. റൂനേൻ സംഘവുമായി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. 17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നാളെ പുലർച്ചെ 3:30 ഭൂമിയിലെത്തും. പേടകം ലാൻഡ് ചെയ്യുക അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കൻ ഉൾക്കടലിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ മരിച്ച നിലയിൽ. കൊലപാതകമെന്ന പ്രാഥമിക നിഗമനം. തമിഴ്നാട് സ്വദേശികളായ മാതാപിതാക്കളുടെ മൊഴിയെടുത്ത് പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കൊല്ലം മുളിയക്കോവിലിലെ യുവാവിന്റെ കൊലപാതകത്തിന് കാരണം പ്രണയപ്പകയെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും ജീവനൊടുക്കിയ പ്രതി തേജസും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് FIR. പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറിയതും മറ്റൊരു വിവാഹം നിശ്ചയിച്ചതും പ്രകോപനമെന്നും പോലീസ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് കഞ്ചാവ് സംഭരണ കേന്ദ്രമെന്ന് പോലീസ്. മറ്റു കോളേജുകളിലും എത്തിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തി. കച്ചവടത്തിന് നേതൃത്വം നൽകിയത് പൂർവ്വ വിദ്യാർത്ഥിയായ ഷാലിഖ്. ഒരു ബണ്ടിലിന് 6000 രൂപ കമ്മീഷൻ ലഭിച്ചിരുന്നുവെന്നും ഷാലിഖിന്റെ മൊഴി. റെയിൽവേ ട്രാക്കിൽ ബോധരഹിതരായി കിടന്നവർക്ക് രക്ഷകനായി ലോക്കോ പൈലറ്റ്. സംഭവം ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ. രക്ഷയായത് ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈന്റെ ഇടപെടൽ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി തള്ളി. 4ാം പ്രതി അബ്ദുൾ നാസറിന്റെ റിമാൻഡ് നീട്ടി. യാക്കോബായ സഭയുടെ കാത്തോലിക്ക വാഴ്ചയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനം. പാത്രിയാർക്കീസ് മലങ്കരയിൽ സമാന്തര ഭരണത്തിന് ശ്രമിക്കുന്നു. സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനം. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. കുടിയേറ്റത്തിന്റെ മറവിൽ ഇടുക്കിയിൽ കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി. ഇതുവരെ 295 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു. ചൊക്രമുടിയിലും പരുന്തുംപാറയിലും കയ്യേറ്റങ്ങളിൽ നടപടിയെടുത്തെന്നും മന്ത്രി K രാജൻ നിയമസഭയിൽ. കുടിയേറ്റക്കാർ ബുദ്ധിമുട്ടുമ്പോൾ കയ്യേറ്റക്കാർ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം. ഇത്രയും കയ്യേറ്റമുണ്ടായിട്ടും നടപടി ഉണ്ടായില്ലെന്നും VD സതീശൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാർ പണിമുടക്കും. അനിശ്ചിതകാല സമരം സ്റ്റൈപ്പൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കി. ആശാവർക്കർമാരുടെ സമരം 37ാം ദിവസം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ആശാമാർ. മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം.